ഇൻഡിഗോ ഇന്ത്യയിലെ പ്രമുഖ വിമാന കമ്പനിയാണ്. ഇൻഡിഗോ വിമാനത്തിന്റെ ടാഗ് ലൈൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഓൺ ടൈം എവറി ടൈം. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസമായി എല്ലാ ടൈമും തെറ്റിക്കുകയാണ് ഇൻഡിഗോ. 500-ലധികം സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത്. പലതും മണിക്കൂറുകൾ വൈകി, സമയം തെറ്റി പറക്കുന്നു. വിമാനത്തിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം യാത്രക്കാരെ ഇറക്കുകയാണ്. വിമാനം ക്യാൻസൽ ചെയ്തുവെന്ന് യാത്രക്കാർ അറിയുന്നത് വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ്. യാത്രക്കാർ പെരുവഴിയിലാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. എന്താണ് ഇൻഡിഗോയുടെ പ്രതിസന്ധി? അതായത് പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നിയമങ്ങൾ മാറി. അതായത് ക്രൂ ഡ്യൂട്ടി ടൈം ചട്ടം നടപ്പിലാക്കി. ഇതാണ് പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം. പുതിയ ചട്ടപ്രകാരം പൈലറ്റുമാരുടെ ജോലി സമയം ക്രമീകരിക്കുന്നതിനും അവർക്ക് മാനസികവും ശാരീരികവുമായ വിശ്രമം ഉറപ്പാക്കുന്നതിനുമായി DGCA പുതിയ ചട്ടങ്ങൾ കർശനമാക്കി. ഇതനുസരിച്ച് പൈലറ്റുമാർക്ക് ആഴ്ചയിൽ 48 മണിക്കൂർ, ഓർക്കണം, ആഴ്ചയിൽ 48 മണിക്കൂർ വിശ്രമം നിർബന്ധമാണ്. മുൻപ് ഇത് 36 മണിക്കൂറായിരുന്നു. ഇത് മാത്രമല്ല, രാത്രികാല ലാൻഡിങ്ങുകളുടെ എണ്ണവും നിയന്ത്രിച്ചു. രാത്രി ലാൻഡിംഗ് 6 ആയിരുന്നു, അതിപ്പോൾ 2 കുറച്ചിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഷെഡ്യൂളുകൾ ക്രമീകരിക്കാൻ ഇൻഡിഗോയ്ക്ക് സാധിച്ചിട്ടില്ല. അതായത് വിമാനമുണ്ട്, യാത്രക്കാരുണ്ട്, പക്ഷേ ജീവനക്കാരില്ല. ഈ കഴിഞ്ഞ ബുധനാഴ്ച 150 വിമാനങ്ങളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. ഇന്നലെ അത് 175 ഉയർന്നു. ഇന്ന് ഇൻഡിഗോയുടെ മാത്രം പ്രശ്നമാണ്. ഇന്ത്യയിൽ മറ്റ് വിമാന സർവീസുകളുണ്ട്. മറ്റെല്ലാ വിമാന കമ്പനികളും കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ കുറഞ്ഞ ജീവനക്കാർ മതി. ആ ഇൻഡിഗോയുടെ നിലപാടാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം. നോക്കൂ, 2024 ജനുവരിയിലാണ് DGCA ഈ ചട്ടം പുറത്തിറക്കിയത്. അതായത് ഇത്രയധികം 2 വർഷമാകുന്നു. ഇത്രയും സമയം ലഭിച്ചിട്ടും കൃത്യമായ ആസൂത്രണം നടത്താത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്. മതിയായ വിവരങ്ങൾ അവർക്ക് കിട്ടുന്നില്ല. ഫ്ലൈറ്റ് ഉണ്ടോ, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തോ, എത്ര മണിക്കൂർ വൈകും, ആ വിവരങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. അതോടൊപ്പം മറ്റ് വിമാനങ്ങളിലെ ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കുത്തനെ ഉയരുകയാണ്, പ്രത്യേകിച്ച് എയർ ഇന്ത്യ അടക്കമുള്ള സർവീസുകൾ. വിമാന സർവീസുകൾ ഇങ്ങനെ താളം തെറ്റിയതോടെ പൈലറ്റുമാരുടെ ഡ്യൂട്ടി ചട്ടത്തിൽ ഇപ്പോൾ DGCA ഇളവ് വരുത്തിയിട്ടുണ്ട്. പൈലറ്റുമാരുടെ അവധിയെ നിർബന്ധിത പ്രതിവാര വിശ്രമമായി DGCA നടപ്പാക്കിയിരുന്ന ഈ വ്യവസ്ഥയൊക്കെ ഇപ്പോൾ പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. DGCA വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് പോവുകയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി.